വരുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ കോൺഗ്രസിന് തിരിച്ചുവരവിന്റെ പാതയൊരുക്കാനുള്ള കഠിന ശ്രമത്തിലാണ് സച്ചിൻ പൈലറ്റ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP 14 സീറ്റ് നേടിയപ്പോൾ 11 സീറ്റ് നേടി കട്ടയ്ക്ക് നിന്ന ഇന്ത്യ സഖ്യം ഉപതെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ മികച്ച വിജയം കൈവരിച്ച സംസ്ഥാനം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. സകല തന്ത്രങ്ങളും ആസൂത്രണം ചെയ്ത് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് സാക്ഷാൽ സച്ചിൻ പൈലറ്റ് തന്നെ. രാഷ്ട്രീയ കാലാവസ്ഥ എന്തായിരുന്നാലും സ്വന്തം നിലപാടുകളും കോൺഗ്രസിന്റെ രാഷ്ട്രീയവും ജനഹൃദയങ്ങളിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യിക്കാൻ സച്ചിൻ പൈലറ്റിന് കൃത്യമായി അറിയാം. രാജസ്ഥാനിൽ 5 നിയമസഭാ സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. ഈ സീറ്റുകളെല്ലാം 2023 ഇന്ത്യ മുന്നണി നേടിയവയാണ്. എന്നാൽ ഇതിൽ 3 കോൺഗ്രസിന് നിലനിർത്തിയേ മതിയാകൂ. അതിന്റെ ഉത്തരവാദിത്തം മുൻ മുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റിന് മാത്രം. ദൌസ, ജുൻജുനു, ദിയോലി ഉനിയാര എന്നീ 3 സീറ്റുകൾ പൈലറ്റിനോട് അടുപ്പമുള്ള കോൺഗ്രസ് MLA-മാരുടെ കയ്യിൽ സുരക്ഷിതമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പൈലറ്റ് ഇവർക്ക് വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി. 2 തവണ ദൌസ MLA ആയ മുരാലിലാൽ മീണ ദൌസയിൽ നിന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ജുൻജുനുവിൽ 4 തവണ MLA ആയ ബിജേന്ദ്ര സിംഗ് ഓലയും വിജയിച്ചു. 2 തവണ ദിയോലി ഉനിയാര MLA ആയ ഹരീഷ് മീണ ടോങ് സവായ് മധോപൂരിൽ നിന്നാണ് വിജയിച്ചത്. ദൌസ ലോക്സഭാ സീറ്റ് സച്ചിൻ പൈലറ്റിന്റെ കുടുംബ സീറ്റ് കൂടിയാണ്. 2004 സച്ചിൻ പൈലറ്റ് ഇവിടെ നിന്നും വിജയിച്ചു. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവ് രാജേഷ് പൈലറ്റ് ദൌസയിൽ നിന്ന് 1 തവണ വിജയിച്ചിരുന്നു. അച്ഛന്റെ മരണശേഷം 2000 നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ അമ്മ രമ പൈലറ്റും ഇവിടെ നിന്ന് വിജയിച്ചിരുന്നു. ഇക്കുറി മുരാരിലാൽ മീണയാണ് പൈലറ്റ് ലോക്സഭയിലേക്ക് നിർദ്ദേശിച്ചത്. 2019 മുരാരിയുടെ ഭാര്യ സവിത മീണ ഇവിടെ മത്സരിച്ചെങ്കിലും പരാജയം രുചിക്കേണ്ടി വന്നു. എന്നാൽ ഇക്കുറി BJPയുടെ വിജയ കുതിപ്പ് തകർത്ത് മുരാരിലാൽ മീണ മണ്ഡലം പിടിച്ചെടുത്തു. മീണയെ പോലൊരു ശക്തനെ കണ്ടെത്തി മണ്ഡലം നിലനിർത്തേണ്ടത് പൈലറ്റിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ്. അതുപോലെ ഗുജ്ജറുകളും മീണകളും ആധിപത്യം പുലർത്തുന്ന മറ്റൊരു മണ്ഡലമാണ് ദിയോലി ഉനിയാര. ടോങ് മണ്ഡലവുമായി അതിർത്തി പങ്കിടുന്നതിനാൽ പൈലറ്റിന് ഇവിടെ ഗണ്യമായ സ്വാധീനമുണ്ട്. BJP വിട്ട് 2018 കോൺഗ്രസിലേക്ക് എത്തി പൈലറ്റിന്റെ വിശ്വസ്തനായി മാറിയ ഹരീഷ് മീണയുടെ തട്ടകമായിരുന്നു ഇത്. ഹരീഷ് മീണ 2 തവണ വിജയിച്ച് ഈ മണ്ഡലം നിലനിർത്തേണ്ടതും പൈലറ്റിന്റെ അഭിമാന പ്രശ്നമാണ്. 2008 മുതൽ പാർട്ടി തോൽവി അറിഞ്ഞിട്ടില്ലാത്ത ജുൻജുനുവിനെ നിലനിർത്തുക എന്നത് കുറച്ചുകൂടി ഗൗരവമുള്ള ഒരു കാര്യമാണ്. മണ്ഡലം ജാട്ട് ആധിപത്യമുള്ളതാണ്. അതിനാൽ ജാട്ട് വംശജനായ ബിജേന്ദ്ര ഓലയ്ക്ക് മുൻതൂക്കമുണ്ടായിരുന്നു. ഓല ഇവിടെ നിന്ന് 4 തവണ വിജയിക്കുകയും ചെയ്തു. അതിനാൽ ഇക്കുറി ഒരു ജാട്ട് നേതാവിനെ ആയിരിക്കും പൈലറ്റ് ഈ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുക. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്ന സച്ചിൻ പൈലറ്റിന് 3 സീറ്റുകൾ നിലനിർത്തേണ്ടത് അഗ്നിപരീക്ഷ തന്നെയാണ്. ഇതുവരെ പൈലറ്റിന്റെ പ്രധാന വെല്ലുവിളി അശോക് ഗെഹ്ലോട്ടായിരുന്നു. എന്നാൽ പ്രായാധിക്യത്താൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഗെഹ്ലോട്ട് വിരമിച്ചേക്കുമെന്നാണ് സൂചന. അങ്ങനെ ഉണ്ടാകുന്ന സ്പേസ് നികത്താൻ പൈലറ്റിന് തന്റെ കഴിവ് തെളിയിക്കേണ്ടി വരും. രാജസ്ഥാൻ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് 2 സീറ്റുകൾ ഖിൻസാർ, ചോരാസി എന്നിവയാണ്. കോൺഗ്രസിന്റെ സഖ്യകക്ഷികളായ രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടിയും ഭാരത് ആദിവാസി പാർട്ടിയുമായിരിക്കും ഇവിടെ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുക.